നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഫെബ്രുവരി ആയപ്പോഴേക്കും ചൂട് കൂടിക്കൂടെ അസുഖങ്ങളും ചൂട് കൂടുന്നത് മൂലം പല അസുഖങ്ങളും പിന്നാലെ കൂടിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രധാനമായും മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ്, കണ്ണിൽക്കേട്, ചൂടുകുരുക്കൾ, സൂര്യാഘാതം എന്നിവയാണ്. അന്തരീക്ഷ താപം ഒരു പരിധിയിലപ്പുറം ഉയർന്ന് ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും തകരാറിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം. സൂര്യപ്രകാശം ഏറ്റവും കടുത്ത അവസ്ഥയിൽ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ്. ഏറ്റവും അധികം സൂര്യാഘാത സാധ്യത 10 വയസ്സിൽ താഴെയും 60 വയസ്സിന് മുകളിലുമുള്ളവർക്കാണ്. സൂര്യാഘാത സാധ്യത ഏറ്റവും കൂടുതൽ ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറും ഹൃദയവും വൃക്കകളും പേശികളും തകരാറിലാകാനുള്ള സാധ്യതയുമുണ്ട്. മരണം വരെ സംഭവിച്ചേക്കാം. ഉയർന്ന ശരീരോഷ്മാവ്, ശരീരത്തിൽ ചുവന്ന പാടുകൾ, അതികഠിനമായ തലവേദന, തലകറക്കം, ചുഴലി രോഗലക്ഷണങ്ങൾ, ഉയർന്ന നാഡിമിടിപ്പ്, ബോധക്ഷയം, ഓക്കാനം, പേശിമുറുകൽ, അമിതമായ ദാഹം, കുഴഞ്ഞുവീഴൽ, അതികഠിനമായ തളർച്ച, ശരീരത്തിൽ പൊള്ളലേറ്റ പോലുള്ള കുമിളകൾ എന്നിവയൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ. സൂര്യാഘാതമേറ്റ വ്യക്തിയെ ഉടനടി തന്നെ തണലിലേക്ക് മാറ്റണം. വെള്ളം ധാരാളം നൽകണം. ഇളനീര്, നാരങ്ങാ വെള്ളം എന്നിവയും നൽകാം. ഇറുകിയ വേഷങ്ങളാണെങ്കിൽ അവ അയച്ചിടണം. ശരീരത്തിൽ വെള്ളം തളിക്കണം. നനഞ്ഞ തുണി ശരീരത്തിലിടാം. ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം. ബോധം പോയ അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത്. ആളെ ഇടതുവശത്തേക്ക് ചെരിച്ച് കിടത്തുകയാണ് ഏറ്റവും നല്ലത്. സൂര്യാഘാതത്തിന് പിറകെ മഞ്ഞപ്പിത്തവും ചിക്കൻ ബോക്സും. സംസ്ഥാനത്ത് പതിവിലും നേരത്തെ ചൂട് കൂടി തുടങ്ങിയ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ പല ജില്ലകളിലും ചൂട് കൂടുതലുമായിരുന്നു. ഇത്തരത്തിൽ ചൂട് കൂടുമ്പോൾ ആരോഗ്യത്തിലും ശ്രദ്ധ വേണം. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ശരീരത്തെ ബാധിക്കും. ശുദ്ധമല്ലാത്ത ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും രോഗം പടരാനും സാധ്യത കൂടുതലാണ്. പനിക്ക് പുറമെ മഞ്ഞപ്പിത്തം, വയറിളക്കം, ചിക്കൻ ബോക്സ് പോലുള്ള രോഗങ്ങളെല്ലാം കൂടാം. ഹെപ്പറ്റൈറ്റിസ് എന്ന വൈറസ് കരളിനെ ബാധിക്കുന്നത് മൂലമാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. മഞ്ഞപ്പിത്തം പലപ്പോഴും മലിനമായ വെള്ളത്തിലൂടെയാണ് പകരുന്നത്. രോഗം ബാധിച്ച വ്യക്തിയുടെ മലത്തിലൂടെ പുറത്തു വരുന്ന വൈറസുകൾ വെള്ളത്തിലോ ഭക്ഷണത്തിലോ കലർന്നാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. പനി, ഛർദി, ക്ഷീണം, കണ്ണുകളിലെ മൂത്രത്തിലും മഞ്ഞ നിറം എന്നിവയാണ് ലക്ഷണങ്ങൾ. വയറിളക്കമാണെങ്കിൽ ശുദ്ധമല്ലാത്ത ഭക്ഷണം, വെള്ളം എന്നിവയിലൂടെയും പിടിപെടും. ചൂട് കൂടുന്നതിനനുസരിച്ച് കിണർ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിലെ വെള്ളം കുറയാൻ തുടങ്ങും. പലയിടത്തും വെള്ളം മലിനവുമാകും. വലിയ ആഘോഷങ്ങളിലും പരിപാടികളിലും വിതരണം ചെയ്യുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറ്റിയതാവണമെന്നില്ല. അതിനാൽ തന്നെ പരമാവധി സുരക്ഷ ഉറപ്പാക്കി മാത്രമേ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പാനീയങ്ങൾ കുടിക്കാവൂവെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ശരീരത്തിൽ രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് 2-7 ആഴ്ചക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ലക്ഷണങ്ങൾ കണ്ടാൽ വൈകാതെ ചികിത്സിക്കണം. എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം കഴിക്കാം. കൊഴുപ്പ്, എണ്ണ എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കണം. ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ധാരാളം ഉൾപ്പെടുത്തണം. തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളം കുടിക്കണം. തിളപ്പിച്ച വെള്ളത്തിൽ തണുത്ത വെള്ളം ചേർത്ത് കുടിക്കരുത്. കിണർ വെള്ളം ഇടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിക്കണം. കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിൽ നിശ്ചിത അകലം ഉണ്ടായിരിക്കണം. തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കണം. അത്തരം പ്രശ്നങ്ങളുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒഴിവാക്കുക. ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുൻപും ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം 20 മിനിറ്റെങ്കിലും തിളപ്പിച്ചതായിരിക്കണം. തുറന്നു വെച്ച ഭക്ഷണങ്ങളും തണുത്ത ഭക്ഷണങ്ങളും ഒഴിവാക്കണം. മദ്യപാനവും പുകവലിയും ഒഴിവാക്കണം. ക്ഷീണം, കടുത്ത പനി, തലവേദന, വിശപ്പില്ലായ്മ, തൊലിപ്പുറത്ത് ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള കുമിളകൾ എന്നിവയാണ് രോഗബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. ചൊറിച്ചിൽ ഇളവാക്കുന്ന തടിപ്പുകളാണ് പിന്നീട് ദ്രാവകം നിറഞ്ഞ കുമിളകളായി രൂപപ്പെടുന്നത്. തുടക്കത്തിൽ മുഖത്തും പുറത്തും നെഞ്ചിലുമായിരിക്കും കുമിളകൾ പ്രത്യക്ഷപ്പെടുക. പിന്നീട് അത് ശരീരമാസകലം ബാധിക്കാം. വായിലെയും ജനനേന്ദ്രിയ നാളിയിലെയും കുമിളകൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. അവ പിന്നീട് പൊറ്റകളായി മാറുകയും 7-10 ദിവസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. പൊറ്റകൾ ഉണ്ടാകുന്ന സമയം വരെ മാത്രമേ ഇത് മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ. വരിസെല്ല സോറ്റർ എന്ന വൈറസാണ് ചിക്കൻ ബോക്സിന് കാരണം. രോഗിയുടെ ശരീരത്തിലെ കുമിളകളിൽ നിന്നുള്ള ദ്രാവകങ്ങളിൽ നിന്ന് അണുബാധയുള്ളവർ ചുമിക്കുമ്പോഴും തുമ്മുമ്പോഴും മറ്റും തെറിക്കുന്ന കണങ്ങളിലൂടെയുമാണ് അണുബാധ പകരുന്നത്. ചിക്കൻ ബോക്സ് വൈറസിന്റെ ഇൻക്യുബേഷൻ സമയം 10-21 ദിവസമാണ്. ശരീരത്തിൽ കുമിളകൾ പൊന്തി തുടങ്ങുന്നതിന് 2 ദിവസം മുൻപ് തൊട്ട് 58 ദിവസം വരെ അണുക്കൾ പകരാനുള്ള സാധ്യതയുണ്ട്. പരീക്ഷ എഴുതുന്ന ചിക്കൻ ബോക്സ് ബാധിച്ച കുട്ടികൾക്ക് വായു സഞ്ചാരമുള്ളതും സൂര്യപ്രകാശമുള്ളതുമായ പ്രത്യേക മുറി സജ്ജീകരിക്കണം. ചിക്കൻ ബോക്സ് ബാധിച്ച കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പൊതുഗതാഗതം ഉപയോഗിക്കുകയും ചെയ്യരുത്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വെള്ളം വരെ കുടിക്കാം. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പുറത്ത് തൊഴിലെടുക്കുന്നത് ഒഴിവാക്കണം. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മേലുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം.
അയഞ്ഞ ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കുട ഉപയോഗിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ. ഫാൻ, AC എന്നിവ വീട്ടിൽ ഉപയോഗിക്കണം. വായു സഞ്ചാരം ഉണ്ടാകാൻ ജനാലകൾ തുറന്നിടാം. ചായ, കാപ്പി, മദ്യം എന്നിവ ഒഴിവാക്കണം. സൂര്യാഘാതം ഉണ്ടാകാതെ നോക്കുന്നതാണ് ഏറ്റവും നന്ന്. ഉണ്ടായാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം സമയം കളയാതെ വൈദ്യസഹായം തേടുകയും വേണം.